ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് മൂലകങ്ങളും സംയുക്തങ്ങളും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ തന്നെ 6ാം ക്ലാസ്സിൽ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് ഈ ചാപ്റ്റർ വരുന്നത്. നമുക്ക് അത്യാവശ്യം കെമിസ്ട്രിയുടെ സെക്ഷനിൽ നിന്ന് PSC ലെവലിൽ ചോദിക്കുന്ന കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് LGS ലെവലിലും അതേപോലെ തന്നെ 10th ലെവലിലൊക്കെ ബേസിക് ആയിട്ട് ചോദിക്കുന്ന, സിമ്പിളായിട്ട് കെമിസ്ട്രിയിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡിഗ്രി ലെവലിൽ ചോദിക്കുന്ന സിദ്ധാന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളും ഈ ചാപ്റ്ററിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ചാപ്റ്ററാണ്. നമുക്കൊരു ഐഡിയ എന്താണ് ആറ്റം എന്നും എന്താണ് തന്മാത്ര എന്നൊക്കെ നമുക്കൊരു വ്യക്തമായ ഒരു ഐഡിയ തരാനും കൂടി ഈ ചാപ്റ്റർ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിലോട്ട് പോകാം. നോക്കിക്കേ, മൂലകങ്ങളും സംയുക്തങ്ങളും. ഇവിടെ പറഞ്ഞിരിക്കുന്ന നോക്കിക്കേ, നമുക്ക് ചുറ്റും കാണപ്പെടുന്ന വസ്തുക്കളെല്ലാം വ്യത്യസ്തങ്ങളായ തന്മാത്രകളാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് എന്താണ് നമുക്ക് പഠിക്കേണ്ടത്? തന്മാത്ര. ഓക്കെ, നോക്കാം. നമുക്ക് തന്മാത്രകളെ കുറിച്ച് എന്തെല്ലാം നിങ്ങൾക്കറിയാം? ഒരു നിർവചനം പറയാനാണ് പറയുന്നത്. അറിയാവുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അവരുടെ ബോക്സിൽ തന്നെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ അവർ ചോദിച്ചിട്ടുണ്ട്, അതിനുള്ള ഉത്തരവും അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തന്മാത്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയാണ്? അതായത് അതിന്റെ അടിസ്ഥാന ഘടകങ്ങളല്ലേ. ഇപ്പൊ പഞ്ചസാര എന്ന് പറയുമ്പോൾ പഞ്ചസാരയുടെ ഒരു തന്മാത്ര എടുത്താൽ അതിന്റെ എല്ലാ ഗുണങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടാകും. അതിന് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റും, സ്ഥിരതയുണ്ടാകും. അങ്ങനെയുള്ളതിനെ പറയുന്ന പേരാണെന്ത്? തന്മാത്ര. ഓക്കെ, ഇനി നോക്കിക്കേ, രാസപ്രവർത്തനത്തിലൂടെയാണ് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നത്. അതിന് നമ്മളൊരു പരീക്ഷണം പറയുകയാണ്. നന്നായി ഉരച്ച് വൃത്തിയാക്കിയ മഗ്നീഷ്യം റിബൺ എടുത്തിട്ട് കത്തിക്കാൻ പറയുന്നു. എന്താണ് അവിടെ കാണുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ തന്നെ അവർ പറയുന്നുണ്ട്, പ്രവർത്തന ഫലമായിട്ട് എന്ത് കാണും? ഒരു വെളുത്ത പൊടി അവിടെ കാണപ്പെടും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മഗ്നീഷ്യം കത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കാണുന്നു? ഒരു വൈറ്റ് പൗഡർ, വെളുത്ത പൊടിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് അവിടെ ഉണ്ടായത്? മഗ്നീഷ്യം ഓക്സിജനുമായി പ്രവർത്തിച്ചുണ്ടായ മഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഈ വെളുത്ത പൊടി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തന്മാത്രകൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നുവെന്നതിന് ഒരു ഉദാഹരണമാണ്. അതായത് തന്മാത്രകൾ തമ്മിൽ രാസപ്രവർത്തനം നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പുതിയൊരു വസ്തു ഉണ്ടാകും. അതുപോലെ തന്നെ തന്മാത്രകളെ വിഘടിപ്പിച്ച് പുതിയ തന്മാത്രകൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. നോക്കാം നമുക്ക് എന്താ പറയുന്നത്. നെക്സ്റ്റ്, ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം പഞ്ചസാര എടുക്കുക. ബോയിലിംഗ് ട്യൂബിന്റെ വായ് ഭാഗം ഒരു കഷ്ണം പഞ്ഞി വെക്കുക. ബോയിലിംഗ് ട്യൂബിന് ഏതാനും മിനിറ്റുകൾ ശക്തിയായി ചൂടാക്കുക. നിരീക്ഷണം എഴുതുക. എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു കറുത്ത നിറത്തിലൊരു പുകയായിട്ട്, കണ്ട, ബോയിലിംഗ് ട്യൂബിൽ അവശേഷിച്ച് കറുത്ത നിറത്തിലൊരു പദാർത്ഥമായിട്ട് മാറും ഇതിങ്ങനെ കത്തിച്ചു കഴിയുമ്പോഴേക്കും. ആ കറുത്ത നിറം എന്തായിരിക്കും? ഓക്കെ, എന്താണ് ആ കറുത്ത നിറത്തിലുള്ള പദാർത്ഥം എന്ന് പറയുന്നത്? അത് കാർബൺ ആണ്. കാർബൺ. ബോയിലിംഗ് ട്യൂബിന്റെ വശങ്ങളിൽ കാണുന്ന എന്തായിരിക്കും? അവിടെ നമുക്ക് എന്ത് കാണാം? വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കാണാൻ പറ്റും, വാട്ടർ കാണാനായിട്ട് പറ്റും. പഞ്ചസാര ചൂടാക്കിയപ്പോൾ നമുക്ക് എന്തൊക്കെ ലഭിച്ചു? കാർബണും ലഭിച്ചു, ജലവും ലഭിച്ചു. ഓക്കെ, അപ്പൊ എന്താണ് അവിടെ? നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? കാർബണും ലഭിക്കുന്നുണ്ട്, ജലവും ലഭിക്കുന്നുണ്ട്. എന്ത് ചെയ്തപ്പോ? പഞ്ചസാരയെ ചൂടാക്കിയപ്പോ. പഞ്ചസാര തന്മാത്രകളെ രാസപ്രവർത്തനത്തിലൂടെ, അപ്പൊ പഞ്ചസാര എന്ന് പറയുന്നത് ഒരു തന്മാത്രയാണെന്ന് മനസ്സിലായി. അതിനെ നമ്മൾ രാസപ്രവർത്തനം നടത്തിയപ്പോൾ കാർബണും ഉണ്ടായി, അതേപോലെ തന്നെ വെള്ളവും ഉണ്ടായി, അല്ലെ? അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റി. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മഗ്നീഷ്യം ഇടുക. അപ്പൊ എന്താണ് എടുക്കുന്നത്? ഒരു ടെസ്റ്റ് ട്യൂബില് നമ്മൾ എന്തെടുത്തു? ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു മഗ്നീഷ്യം ഇടുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ വായ് ഭാഗത്ത് കത്തുന്ന ഒരു ചന്ദനത്തിരി കാണിച്ചാൽ ഇങ്ങനെ എന്ത് സംഭവിക്കും? എന്തായിരിക്കും? അതായത് പെട്ടെന്നൊരു പോപ്പിംഗ് സൗണ്ട് ആയിട്ട് പൊട്ടി ഇങ്ങനെ തെറിക്കുന്ന ഇങ്ങനെ ഭൂം എന്നൊരു സൗണ്ട് പോലെ എന്ത് ചെയ്യും? അത് പൊട്ടിത്തെറിക്കും. അവിടെ ഉണ്ടായ വാതകം എന്തായിരിക്കും? അതെന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അതായത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് എന്ത്? ഹൈഡ്രജൻ. എപ്പോഴും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ 2024, 21 മുതൽ 24 വരെയുള്ള കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ഫിസിക്സും കെമിസ്ട്രിയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും ഈ ഒരു ക്വസ്റ്റ്യൻ എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നമുക്കറിയാം, മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിട്ട് കൂടിച്ചേരുമ്പോൾ എന്തായിട്ട് മാറും? മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേരുമ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡും അതേപോലെ തന്നെ ഹൈഡ്രജനും ഉണ്ടാകും.
ഈ പരീക്ഷണത്തിലൂടെ ലഭിച്ച ഹൈഡ്രജൻ വാതകത്തെ ഈർപ്പരഹിതമായ മറ്റൊരു ടെസ്റ്റ് ട്യൂബിൽ സ്വീകരിച്ച് ഇതിലേക്ക് കത്തുന്ന ചന്ദനത്തിരി കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ, ആ ഒരു പോപ്പിംഗ് സൗണ്ട് ആയിട്ട് എന്ത് ചെയ്യും? അത് പൊട്ടിത്തെറിക്കും ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളിൽ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് കാര്യമാണ് പറയുന്നത്. അപ്പൊ അവിടെയാണ് എന്ത് വരുന്നത്? അപ്പൊ ഈ പരീക്ഷണത്തിലൂടെ ലഭിച്ച ഹൈഡ്രജനെയാണ് കേട്ടോ നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് കാണിക്കുമ്പോൾ എന്ത് വരുന്നത്? പോപ്പിംഗ് സൗണ്ട് കേൾക്കുന്നത്. ആ പോപ്പിംഗ് സൗണ്ട് എന്ന് പറയുന്നത് അവിടെ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുകയാണ് അല്ലെ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതേപോലെ തന്നെ അവിടെ ജലത്തുള്ളികൾ കാണാൻ പറ്റും. അതായത് ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബിൽ നിന്നും ശേഖരിച്ച ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ച് അവിടെ എന്തുണ്ടാകും? ജലം. നമ്മൾ ആ എക്സ്പെരിമെന്റിന്റെ തുടക്കം തന്നെ നമ്മൾ പറഞ്ഞു ഈർപ്പരഹിതമായ ടെസ്റ്റ് ട്യൂബ് ആയിരിക്കണം. പക്ഷെ നമുക്ക് അവിടെ എന്ത് കാണാൻ കഴിഞ്ഞു? ജലത്തിന്റെ സാന്നിധ്യം കാണാൻ കഴിഞ്ഞു. അതായത് ഹൈഡ്രജനും അത് തമ്മിൽ ഉണ്ടായപ്പോ അല്ലെ, ഈ ഒരു പ്രോസസ്സിൽ ഉണ്ടായ ഹൈഡ്രജനും അവിടുത്തെ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്ന് അവിടെ എന്ത് ലഭിക്കുന്നുണ്ട്? വാട്ടർ ഉണ്ടാകുന്നുണ്ട്. ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥമാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് ആര്? ഹെൻറി കാവൻഡിഷ്. പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഹെൻറി കാവൻഡിഷ് ആരാണ്? ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്നാണെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഹെൻറി കാവൻഡിഷ്. ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജൻ ലയിപ്പിച്ച് നടത്തിയ പരീക്ഷണമായിരുന്നു ജലത്തിന്റെ ഘടകങ്ങളെ കുറിച്ച് അറിവിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത്. അപ്പൊ ആരാണ് ഹൈഡ്രജൻ വാതകത്തെ ഓക്സിജൻ ലയിപ്പിച്ച് ജലം ഉണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചത്? ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. 1806 നെക്സ്റ്റ് വ്യക്തിയാണ് പറയുന്നത്. സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കാമെന്ന് കണ്ടെത്തി. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഹൈഡ്രജനും ഓക്സിജനോട് കൂടിച്ചേർന്ന് വാട്ടർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇയാൾ എന്താണ് പറഞ്ഞത്? ജലത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരുടെ പേര് നിങ്ങൾ പഠിക്കണം. ഹെൻറി കാവൻഡിഷ് പറഞ്ഞത് കൂട്ടിച്ചേർക്കാമെന്ന് പറഞ്ഞു അല്ലെ. ഹംഫ്രി ഡേവി, സർ ഹംഫ്രി ഡേവി, അയാളുടെ പേര് തന്നെ വലിച്ചു നീട്ടി അല്ലെ. 3 പാർട്ടാണ്. അതായത് അയാളുടെ പേര് പോലെ തന്നെ അതിനെ എന്ത് ചെയ്തു? H2O എന്നുള്ളതിനെ പാർട്സ് ആക്കി, ജലത്തിനെ വിവിധ പാർട്സ് ആക്കി മാറ്റാം, ഓക്സിജനും ഹൈഡ്രജനുമാക്കി വിഘടിപ്പിക്കാമെന്ന് പറഞ്ഞ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഹംഫ്രി ഡേവിയാണ്. എങ്കിൽ തിരിച്ച് ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിച്ചേർത്ത് ജലം ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. നമ്മൾ പറഞ്ഞു ജലത്തെ വിഘടിപ്പിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത് അല്ലെ? ഹൈഡ്രജനും കിട്ടും, ഓക്സിജനും കിട്ടും. ഓക്കെ, ഇനി അവർ ചോദിക്കുന്നത് ഈ പറയുന്ന ഹൈഡ്രജനെയും ഓക്സിജനെയും വീണ്ടും വിഭജിക്കാനായിട്ട് പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല അല്ലെ. അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് വരുവാണ്. നമ്മൾ തന്മാത്ര എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു തന്മാത്രകളെ വിഘടിപ്പിക്കാനായിട്ട് പറ്റും. ഇപ്പൊ H2O എന്ന് പറയുന്ന ഒരു തന്മാത്രയെ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിപ്പിക്കാൻ പറ്റും. അതേപോലെ പഞ്ചസാരയെ നമ്മൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനായിട്ട് നമുക്ക് വിഘടിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ തന്മാത്രകളെ നമുക്ക് വിഘടിപ്പിക്കാൻ പറ്റും. നെക്സ്റ്റ് അതിന്റെ കിട്ടുന്ന പ്രൊഡക്ട്സുകളാണ് എന്ത്? ആറ്റങ്ങൾ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളുള്ളതുമായ ഏറ്റവും ചെറുതുമായ കണത്തെ തന്മാത്ര എന്ന് പറയുന്നു. ഓക്കെ, എന്താണെന്ന്? ഒരു പദാർത്ഥം വിഘടിക്കുമ്പോൾ കിട്ടുന്നതും അതിന്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതിനെ തന്മാത്ര എന്ന് പറയും. തന്മാത്രകളെ വിഭജിക്കുമ്പോൾ എന്ത് ലഭിക്കും? നമുക്ക് ആറ്റങ്ങൾ ലഭിക്കുന്നുണ്ട്. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മമായ ആറ്റങ്ങൾ കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഉണ്ടോ? അതായത് ഏറ്റവും ചെറിയ ഫോമാണ് എന്ത്? അതായത് നമ്മൾ ചോദിക്കാം, അതായത് പദാർത്ഥത്തെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്ന പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളുള്ള ഏറ്റവും ചെറിയ കണിക എന്ന് ചോദിച്ചാൽ അത് തന്മാത്രയാണ്. എങ്കിൽ പദാർത്ഥങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മമായ കണങ്ങൾ ചോദിച്ചാൽ അത് ഏതാണ്? അത് ആറ്റമാണ്. വ്യത്യാസം മനസ്സിലായല്ലോ? തന്മാത്ര എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ കുറെ വെള്ളം എടുത്തു അല്ലെ. ഈ വെള്ളത്തിന്റെ ഏതൊരു തുള്ളി വെള്ളം എടുത്താലും അതിനെന്താണ്? ആ വെള്ളത്തിന്റെ എല്ലാ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ടാകും. ആ വെള്ളത്തെ വിഭജിച്ച് നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റി. അവിടെ എന്താണ്? അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം പഞ്ചസാരയാണ് അല്ലെ. പഞ്ചസാരയുടെ ഒരു തന്മാത്ര എടുത്താലും നമുക്ക് ആ പഞ്ചസാരയുടെ രുചി കിട്ടും. എങ്കിൽ പഞ്ചസാരയെ നമ്മൾ വിഘടിപ്പിച്ചു, അത് ഹൈഡ്രജനും വാട്ടറും ആക്കി മാറ്റി അല്ലെ. കാർബണും ഇതും ആക്കി മാറ്റി. ഇവിടെ നമ്മൾ കാർബൺ എടുത്ത് രുചി നോക്കിയാൽ നമുക്ക് ഈ പഞ്ചസാരയുടെ രുചി ഒരിക്കലും കിട്ടില്ല. അപ്പൊ ഇതെന്താണ്? അതിന്റെ അടുത്ത ഫോമാണ്. കാർബൺ എന്ന് പറയുന്ന ഒരു ഒറ്റ ആറ്റമാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ആറ്റത്തെ നമുക്ക് വീണ്ടും വിഭജിക്കാനായി കഴിയില്ല. അപ്പൊ ചോദിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ഇതാണ്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളുമുള്ള ചെറിയ കണിക ചോദിച്ചാൽ അത് തന്മാത്രയും, തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്ന അതിസൂക്ഷ്മമായ കണങ്ങൾ ചോദിച്ചാൽ അതേതാണ്? ആറ്റവുമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ചെറിയ കണം എന്ന് ചോദിക്കുമ്പോൾ തന്മാത്രകൾ എന്ന് പറയുന്ന ആറ്റങ്ങൾ കൊണ്ടാണല്ലോ നിർമ്മിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഏറ്റവും ചെറിയ കണിക തന്മാത്രയല്ല എന്ന് വിചാരിക്കരുത്. ഒരു പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളുള്ളത് എന്തായിരിക്കും? തന്മാത്രയാണ്.
വിഭജിക്കാൻ കഴിയാത്ത എന്നർത്ഥമുള്ള ആറ്റമോസ്. കണ്ട, ആറ്റം എന്ന വാക്ക് വന്നത് എവിടെ നിന്നാണ്? ആറ്റമോസ്. നമുക്ക് LGSനാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജൻ എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്ക് പഠിക്കാറുണ്ട്, അതിൽ വരുന്നുണ്ട് ഇതൊക്കെ. ആറ്റമോസ് എന്ന വാക്കിൽ നിന്നാണ്, എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. അപ്പൊ ആറ്റം എന്ന വാക്കുണ്ടായത് എവിടെ നിന്നാണ്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഗ്രീക്ക് ആണ്, അതൊന്ന് പഠിക്കണം. നമ്മൾ ലാറ്റിൻ ആണോ ഗ്രീക്ക് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും, അപ്പൊ അത് പഠിച്ചു വെക്കുക. ഗ്രീക്ക് ആണ് ആറ്റമോസ്. മീനിങ് എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന സിദ്ധാന്തമാണ് ആര് മുന്നോട്ട് വെച്ചത്? ഡെമോക്രിറ്റസ് മുന്നോട്ട് വെച്ചത്. അപ്പൊ ഡെമോക്രിറ്റസിന്റെ സിദ്ധാന്തമാണ് എന്ത് പറയുന്നത്? എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ആറ്റത്തിന്റെ സ്വഭാവത്തെ വിശദീകരിക്കുന്നതിനായി 1807 ജോൺ ഡാൾട്ടൺ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഇങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആരാണ്? ജോൺ ഡാൾട്ടൺ. ഏതാണ് വർഷം? 1807. ആറ്റ സിദ്ധാന്തം ആധുനിക രസതന്ത്രത്തിലെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളാണ്. ഇനി ഇതിപ്പോ നമ്മുടെ LGS ലെവലിൽ, ഒരു 10th ലെവലിലേക്ക്. ഇനി എന്താണ് ഇത്? നമ്മുടെ ഡിഗ്രി ലെവലിനും അതേപോലെ 10th മെയിൻസിന്റെ ലെവലിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ എന്താ പറയാൻ പറ്റില്ല, നമുക്കിപ്പോൾ LGSനും കഴിഞ്ഞ LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, കെമിസ്ട്രി എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു ക്വസ്റ്റ്യൻ. അതായത് ക്വസ്റ്റ്യൻസ് അവർ പാറ്റേൺ തന്നെ മാറ്റി വരുവാണ്. ടെക്സ്റ്റ് ബുക്കിനെ പൂർണ്ണമായിട്ടും ഒരു ടെക്സ്റ്റ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുവാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ഇതെന്താണ് ഈ പറയുന്നത്? ജോൺ ഡാൾട്ടൺ. ആറ്റോമിക സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ. അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, വിഭജിക്കാൻ കഴിയാത്ത എന്ന ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്നുണ്ടായത്. അപ്പൊ എന്തൊക്കെ രാസപ്രവർത്തനം നടത്തിയാലും ആറ്റത്തെ വിഭജിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ആറ്റത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ആറ്റം ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോ ബി ഡിസ്ട്രോയിഡ്. നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുന്നുണ്ടല്ലേ ചെറിയ ക്ലാസ്സുകളിൽ. ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരേപോലെ ആയിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യാസമുള്ളവയായിരിക്കും, അല്ലെ? ഒരു മൂലകം എടുത്താൽ അതിന്റെ ഏത് ആറ്റം എടുത്താലും അതിന്റെ എല്ലാ ക്വാളിറ്റീസും സെയിം ആയിരിക്കും. പല പല മൂലകങ്ങളാണെങ്കിൽ അതിന്റെ ആറ്റങ്ങൾക്കും എന്തുണ്ടാകും? വ്യത്യാസം ഉണ്ടാകും. അതിന്റെ മാസിന് വ്യത്യാസം ഉണ്ടാകും, വലിപ്പത്തിന് വ്യത്യാസം ഉണ്ടാകും. ഹൈഡ്രജന്റെ 2 ആറ്റങ്ങളും ഓക്സിജന്റെ 1 ആറ്റവും ചേർന്നാണ് എന്തുണ്ടാകുന്നത്? നമ്മൾ ജലം എഴുതുന്നത് എങ്ങനെയാണ്? H2O. ഹൈഡ്രജൻ 2ഉം ഓക്സിജൻ 1ഉം. ഇനി നോക്കിക്കേ, അമോണിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു നൈട്രജൻ ആറ്റവും 3 ഹൈഡ്രജൻ ആറ്റവും. നമ്മൾ അമോണിയ എഴുതുന്നത് NH3 എന്നാണ്, അല്ലെ? ഓക്സിജന്റെ 2 ആറ്റങ്ങൾ ചേരുമ്പോഴാണ് ഓക്സിജൻ തന്മാത്ര വരുന്നത്. ക്ലോറിൻ, നമ്മൾ ക്ലോറിനൊക്കെ നമ്മൾ Cl എന്നല്ല എഴുതുന്നത്, എപ്പോഴും Cl2 ആയിരിക്കും. ക്ലോറിന്റെ 2 ആറ്റങ്ങൾ ചേരുമ്പോഴാണ് Cl വരുന്നത്. ഇപ്പൊ മീഥേൻ ആണെങ്കിൽ എന്താണ് വരേണ്ടത്? കാർബണിന്റെ 1 ആറ്റം. അപ്പൊ C, അല്ലെ? കാർബൺ. അടുത്ത എന്ത് വരും? H4. ഇതാണ് മീഥെയിൻ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? H2 ആണ്. ഹൈഡ്രജന്റെ 2 ആറ്റങ്ങളാണ് ഒരു തന്മാത്രയിൽ വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് CO2 ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, പട്ടികയിൽ ഒരേ ഇനം ആറ്റങ്ങൾ മാത്രം അടങ്ങിയ തന്മാത്രകൾ ഏതല്ല? വ്യത്യസ്ത ഇനം ആറ്റങ്ങൾ അടങ്ങിയത്. അതായത് നമുക്ക് തന്നിരിക്കുന്നതിൽ ഒരേ ഇനം തന്മാത്രകൾ എന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെയാണ് വരേണ്ടത്? ഒരേ ഇനം. കണ്ടോ, ഇവിടെ ഓക്സിജൻ, ക്ലോറിൻ, അതേപോലെ തന്നെ ഹൈഡ്രജൻ, ഇതെല്ലാം ഒരേ ഇനം തന്മാത്രകളാണ്, അല്ലെ? ഇവിടെ ഓക്സിജൻ മാത്രമേ ഉള്ളൂ, ഇവിടെ ക്ലോറിൻ മാത്രമേ ഉള്ളൂ, ഇവിടെ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. എങ്കിൽ ഇതാണെങ്കിലോ, അമോണിയ എന്ന് പറയുന്നത് അവിടെ നൈട്രജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. മീഥേൻ എന്ന് പറയുമ്പോൾ അവിടെ കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇതും വ്യത്യസ്ത ഇനമുള്ളത് ഇതുമാണ്. ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളെയാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മൂലകങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഈ പറയുന്ന Cl2 ഒരു മൂലകമാണ്, H2 എന്ന് പറഞ്ഞാൽ ഒരു മൂലകമാണ്. അവിടെ എന്താണ്? ഒരേ ഇനം തന്മാത്രകൾ മാത്രമാണ്, ഒരേ ഇനം ആറ്റങ്ങൾ മാത്രമാണുള്ളത്. എങ്കിൽ 2ഓ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങളെയാണ് കോമ്പൗണ്ട്സ് അഥവാ സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ രാസപ്രവർത്തനത്തിലൂടെ ഘടകമൂലകങ്ങളാക്കി മാറ്റാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ H2O, അല്ലെ? 2ഓ അതിലധികമോ മൂലകങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരു നിശ്ചിത അനുപാതത്തിൽ ഉണ്ടാകുന്നതാണ് സംയുക്തം എന്ന് പറയുന്നത്, കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇവയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഭജിക്കാനായിട്ട് പറ്റും. ചുവടെ തന്നിരിക്കുന്നവയെ മൂലകങ്ങൾ, സംയുക്തങ്ങൾ എന്നിവ തരംതിരിച്ചെഴുതാൻ. മൂലകങ്ങളായിട്ട് വരുന്ന ഏതൊക്കെയായിരിക്കും മൂലകങ്ങൾ എന്ന് പറയുന്നത്? ഓക്സിജൻ വരാം, അല്ലെ? സംയുക്തമാണ് എന്ത്? H2O, ജലം എന്ന് പറയുന്നത്. കറിയുപ്പ് എവിടെയാണ് വരേണ്ടത്? കറിയുപ്പ് സംയുക്തമാണ്. ഇനി പഞ്ചസാര എന്ന് പറയുന്നത് സംയുക്തമാണ്.
കാർബൺ എന്താണ്? മൂലകമാണ്. നൈട്രജൻ എന്താണ്? മൂലകമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് സംയുക്തമാണ്. നെക്സ്റ്റ് അമോണിയ എന്ന് പറയുന്നത് NH3 ആണ് അല്ലെ, അമോണിയ. പിന്നെ മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുമ്പോഴും എന്താണ്? അതും മഗ്നീഷ്യം ഓക്സൈഡ്, അതും എന്താണ്? സംയുക്തമായിട്ട് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ മൂലകം എന്താണ്, സംയുക്തം എന്താണെന്ന് മനസ്സിലായല്ലോ. മൂലകം എന്ന് പറയുമ്പോൾ ഒരേ ഇന മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. സംയുക്തം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത ഇന മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഇനി ഇതേ ഓരോരോ പ്രതീകങ്ങൾ തന്നിരിക്കുകയാണ്. നമുക്കറിയാം ഇതിങ്ങനെയൊക്കെ ഒരു സിമ്പിൾ കണ്ട, ഇത് ഡോളർ സിമ്പിൾ ആണ്, ഇത് വക്കീലിൻ്റെ ആണ് അല്ലെ. ഇങ്ങനെ ഓരോന്നിൻ്റെയും സിമ്പിൾസ് നമുക്ക് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ചിലതെന്താണ് കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലാണ്, അല്ലെങ്കിൽ അവിടെ ഹോൺ അടിക്കാൻ പാടില്ല, അങ്ങനെ കുറേ. സ്കൂൾ അടുത്തുണ്ട്, റോഡ് ക്രോസ് ചെയ്യാനുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് പല ആശയങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടും കൈമാറ്റം ചെയ്യാനായിട്ടും നമ്മൾ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ മൂലകങ്ങളെ സൂചിപ്പിക്കുന്നതിനും ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇവയെ പറയുന്ന പേരാണ് പ്രതീകങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രതീകം മൂലകത്തിന്റെ ഒരാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ല, നമ്മൾ പറയുന്നു ഹൈഡ്രജൻ, ക്ലോറിൻ, ഓക്സിജൻ, നൈട്രജൻ, ഹീലിയം, ഇതെല്ലാം എന്താണ്? പ്രതീകങ്ങളാണ്. അവയെല്ലാം എന്താണ്? അതിന്റെ ഒരാറ്റമാണ്. അക്ഷരങ്ങൾ ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ്? ബെർസിലിയസ് ആണ്. ആരാണ്? ബെർസിലിയസ്. പഠിച്ചു വെച്ചു. ആധുനിക പ്രതീക സമ്പ്രദായം ആവിഷ്കരിച്ച വ്യക്തിയാണ് ആര്? ബെർസിലിയസ്. ഹംഫ്രി ഡേവി ആരായിരുന്നു? നമ്മൾ പറഞ്ഞു ജലത്തിലൂടെ വൈദ്യുതി കടത്തി വിട്ടുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സർ ഹംഫ്രി ഡേവി അതിനെ വിഭജിക്കാനായി പറ്റും. മറ്റേത് എന്തായിരുന്നു? ഹെൻറി കാവൻഡിഷ് പറഞ്ഞത് ഹൈഡ്രജനിൽ ഓക്സിജൻ ലയിപ്പിച്ചിട്ട് നമുക്ക് ജലം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന പ്രതീകങ്ങൾ വന്ന വഴി നമുക്കറിയാം പ്രതീകങ്ങൾ പല ടൈപ്പ് ഉണ്ട് അല്ലെ. ഹൈഡ്രജന് നമ്മൾ പേര് പോലെ തന്നെ H എന്ന് എഴുതും. പക്ഷെ പൊട്ടാസ്യം എന്ന് പറയുന്നത് പൊട്ടാസ്യം അല്ലെങ്കിൽ എന്താണ്? സോഡിയം. സോഡിയം എന്താണ്? സോഡിയത്തിന്റെ നമ്മൾ എഴുതുന്നത് Na ആണ് അല്ലെ. അതേപോലെ തന്നെ പൊട്ടാസ്യം എന്താണ്? പൊട്ടാസ്യത്തിന് നമ്മൾ K എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെ പല സാധനങ്ങളുണ്ട്. മെർക്കുറിക്ക് എങ്ങനെയാണ്? Hg ആണ് മെർക്കുറി വരുന്നത്. ഗോൾഡ് ആണെങ്കിലോ? ഗോൾഡ് ആണെങ്കിൽ Au ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഹൈഡ്രജൻ ഹീലിയം ആണെങ്കിൽ അത് ഹീലിയം He ആണ് വരുന്നത്. ഓക്കെ. ഇപ്പൊ ഇത് സൾഫർ S ആണ്, ഓക്സിജൻ O ആണ്. അപ്പൊ നമുക്ക് മനസ്സിലാകും അത് ആ ഇംഗ്ലീഷ് പേരിന്റെ ആദ്യത്തെ ലെറ്റർ ആണെന്ന് മനസ്സിലായി. പക്ഷെ ഇതല്ലാണ്ട് കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഹൈഡ്രജൻ എന്ന മൂലകത്തെ H എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതായത് മൂലകത്തിന്റെ പേരിൽ ആദ്യത്തെ അക്ഷരം അങ്ങനെ വരുന്നതാണ്. കാർബൺ, നൈട്രജൻ, സൾഫർ, ഓക്സിജൻ ഇതെല്ലാം എന്താണ്? ആദ്യത്തെ അക്ഷരം വരുന്നതാണ് അല്ലെ. പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്? ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ എന്താണ്? PHO ആണ്. അവിടെ എന്ത് വരും? P വരും. പിന്നെ നമുക്ക് എന്ത് പറയാം? ഫോസ്ഫറസ് കഴിഞ്ഞാൽ ബോറോൺ പറയാം. ബോറോൺ അല്ലെ. ബോറോണിന്റെ ഇംഗ്ലീഷ് പേരെന്താണ്? ഇങ്ങനെയാണ് എഴുതുന്നത്. BORN ആണ്. അവിടെ ബോറോണിന് B ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്ലൂറിൻ ഉണ്ട്. ഫ്ലൂറിൻ F ആണ്. അപ്പൊ എന്താണ്? ഇതൊക്കെ ഇംഗ്ലീഷ് അക്ഷര പേര് എന്താണോ അതിന്റെ ആദ്യത്തെ ലെറ്റർ ആണ്. ഇനി നോക്കിക്കേ, ഹീലിയം എന്ന മൂലകത്തെ സൂചിപ്പിക്കുന്നത് He എന്ന പ്രതീകമായി ഉപയോഗിക്കുന്നു. ഇംഗ്ലീഷ് പേരിന്റെ ആദ്യ അക്ഷരം മാത്രമല്ല അവിടെ എന്താണ്? രണ്ടെണ്ണം ഉണ്ടല്ലേ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് അല്ലെ. എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? അലൂമിനിയം പറയാം. അതേപോലെ തന്നെ അലൂമിനിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ലെറ്റർ ആണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പേര് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ അലൂമിനിയത്തിനാണെങ്കിൽ A ഉപയോഗിച്ചാൽ മതിയായിരുന്നല്ലോ. ഇപ്പൊ ഹീലിയം ആണെങ്കിൽ ഹീലിയം, നമുക്കിവിടെ എന്താണ്? H ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിൻ അല്ലെ, നമുക്ക് C ഉപയോഗിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ H ഉപയോഗിക്കുമ്പോൾ അത് ഹൈഡ്രജൻ ആയിട്ട് മാറും, C ഉപയോഗിക്കുമ്പോൾ അത് കാർബൺ ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അങ്ങനെ പല, അതായത് ഇംഗ്ലീഷ് പേരിന്റെ ആദ്യ അക്ഷരത്തോടൊപ്പം മറ്റൊരു അക്ഷരം കൂടി ഉപയോഗിച്ച് മൂലകങ്ങളെ സൂചിപ്പിക്കുന്നത് ഉള്ള കാരണം എന്ന് പറയുന്നത് പല അല്ലെ. ഇപ്പൊ H ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ ആണോ ഹീലിയം ആണോ നമുക്ക് ഡൗട്ട് വരരുത്. അതിന് വേണ്ടിയിട്ടാണ് എന്ത്, ഓൾറെഡി നമ്മൾ H ഹൈഡ്രജന് കൊടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോ H നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? Hന്റെ കൊടുത്ത് ഒരാളെ കൂടി കൂട്ടിപ്പിടിച്ചിട്ടു. അതുകൊണ്ടാണ് H എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇംഗ്ലീഷിലെ പേരിലെ ആദ്യ അക്ഷരത്തോടൊപ്പം രണ്ടാമത്തെ അക്ഷരമോ മറ്റേതെങ്കിലും പ്രധാന അക്ഷരമോ ചെറിയ അക്ഷരത്തിൽ എഴുതി ചേർക്കുന്നുണ്ട്. അപ്പൊ അത് എഴുതുന്ന രീതിയുണ്ട്. അലൂമിനിയം AL ഇങ്ങനെയല്ല എഴുതുന്നത്. AL അലൂമിനിയം, CL ക്ലോറിൻ, CM കണ്ട ക്യൂറിയം, CA കാൽഷ്യം ഉണ്ടോ. ഇനി ചില മൂലകങ്ങളുണ്ട്, അവയുടെ ലാറ്റിൻ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. ലാറ്റിൻ പേരുകൾ
സോഡിയം, സോഡിയത്തിന്റെ ലാറ്റിൻ പേര് എന്താണ്? നാട്രിയം. ഇതിൽ നിന്നാണ് ഈ എണ്ണ എടുക്കുന്നത്. പൊട്ടാസ്യം, കാലിയം ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചു വെക്കണേ. പൊട്ടാസ്യം കാലിയം ആണ്. ഇരുമ്പ്, ഫെറം, Fe ആണ്. അണ്ട, ഇരുമ്പെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും അയൺ ആണ് അല്ലെ, അയൺ. അതിന്റെ ലാറ്റിൻ നാമം എന്താണ്? ഫെറം. അതിൽ നിന്നാണ് ഈ പറയുന്ന Fe വന്നിരിക്കുന്നത്. സ്വർണം ഓറമാണ്. കോപ്പർ കുപ്രമാണ്, അതുകൊണ്ടാണ് Cu വന്നിരിക്കുന്നത്. ഇതൊന്ന് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. സോഡിയം, നാട്രിയം, പൊട്ടാസ്യം, കാലിയം, ഇരുമ്പ്, ഫെറം, സ്വർണം ഓറമാണ്. പിന്നെന്താണ്? കോപ്പർ കുപ്രമാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? നമ്മൾ നേരത്തെ പറഞ്ഞതാണല്ലോ, സിൽവർ, വെള്ളി. സിൽവർ ആണെങ്കിൽ എന്താണ്? Ag ആണ് സിൽവർ. Ag എന്ന് പറയുമ്പോൾ അതെന്താണ്? അർജന്റമാണ്. അർജന്റം. സിൽവർ എന്ന് പറയുമ്പോൾ അതിന്റെ ലാറ്റിൻ പേരെന്ന് പറയുന്നത് അർജന്റമാണ്. പിന്നെ ലെഡ്. ലെഡിന്റെ ലാറ്റിൻ എന്താണ്? ലെഡ് പറയുന്നത് Pb ആണ്. ലെഡിന്റെ ലാറ്റിൻ നാമം എന്താണ്? പ്ലംബം. പ്ലംബമാണ് ലെഡിന്റെ ലാറ്റിൻ നാമം. അതുകൊണ്ടാണ് ഇതിനെ Pb എന്ന് സൂചിപ്പിക്കുന്നത്. പിന്നെ കോപ്പർ പറഞ്ഞു, സിൽവർ പറഞ്ഞു. പിന്നെ എന്താ? ടിന്ന്. ടിന്നിന് എന്താണ്? ടിന്നിന് വരുന്നത് സ്റ്റാനമാണ്. ടിന്ന് പറയുന്നത് ടിന്ന്, സ്റ്റാനം. സ്റ്റാനം എന്ന് പറയുമ്പോൾ അത് Sn ആണ്. Sn, സ്റ്റാനം. അതേപോലെ തന്നെ ആന്റിമണി. ആന്റിമണിക്ക് എന്താണ് വരേണ്ടത്? ആന്റിമണി എന്ന് പറയുന്നത് Sb ആണ്. Sb, അതായത് അതിന്റെ ലാറ്റിൻ നാമം എന്ന് പറയുന്നത് സ്റ്റിബിയം ആണ്. സ്റ്റിബിയം. ആന്റിമണി എന്താണ്? സ്റ്റിബിയം ആണ് ലാറ്റിൻ നാമം. പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന മെർക്കുറി. മെർക്കുറി എന്ന് പറയുമ്പോൾ എന്താണ്? Hg ആണ് മെർക്കുറി. അതിന്റെ ലാറ്റിൻ നാമം എന്താണ്? ഹൈഡ്രാർജിയം. ഓക്കെ. അതേപോലെ ടങ്സ്റ്റൺ ഉണ്ട്. ടങ്സ്റ്റൺ, പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ടങ്സ്റ്റൺ എന്ന് പറയുന്നത് എന്താണ്? ടങ്സ്റ്റന്റെ നമ്മുടെ പേരെന്ന് പറയുന്നത്, പ്രതീകം എന്ന് പറയുന്നത് W ആണ്. അതായത് വുൾഫ്രം. വുൾഫ്രം എന്ന് പറയുന്ന എന്ത് വേർഡാണത്? അതൊരു ജർമ്മൻ വേർഡാണ്. ജർമ്മൻ ആണ്. ആ ഒരു ജർമ്മൻ നെയിമിൽ നിന്നാണ് ടങ്സ്റ്റൺ എന്ത് ഉപയോഗിക്കുന്നത്? W ഉപയോഗിക്കുന്നത്. അപ്പൊ ബാക്കിയെല്ലാം നമ്മൾ ലാറ്റിൻ പറഞ്ഞപ്പോ W, ടങ്സ്റ്റൺ മാത്രമാണ് എന്ത്? ജർമ്മൻ വരുന്നത്. ഇനി നമുക്ക് ഈ മൂലകങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പേരുകൾ വന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ കുറെ പറഞ്ഞു അല്ലെ, കോപ്പർ, വേറെയും കുറെ പേരുകൾ വരുന്നുണ്ട്. ഫ്രാൻസിയം, ഐൻസ്റ്റീനിയം എന്നീ മൂലകങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ, ഫ്രാൻസിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രാൻസിന് ഓർമ്മ വരും. ഐൻസ്റ്റീനിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരെ ഓർമ്മ വരണം? ഐൻസ്റ്റീൻ ഓർമ്മ വരില്ലേ? വരും അല്ലെ? നമുക്ക് എല്ലാവർക്കും ഐൻസ്റ്റീൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അത് ഓർമ്മ വരും. അതേപോലെ നമുക്ക് പറയാം യൂറോപ്യം എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരും? യൂറോപ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിലേക്ക് വരത്തില്ലേ? അതേപോലെ ജർമേനിയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരും? ജർമ്മനി എന്ന് പറയാം. അതേപോലെ ക്യൂറിയം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരെ ഓർമ്മ വരണം? മാഡം ക്യൂറി വരും. അതേപോലെ നൊബേലിയം എന്ന പേര് കേൾക്കാൻ നിങ്ങൾക്ക് ആരെ വരും? ആൽഫ്രഡ് നോബലിന് ഓർമ്മ വരും. അതേപോലെ തന്നെ പല രാജ്യങ്ങള്, ശാസ്ത്രജ്ഞര് എന്നിവ മാത്രമല്ല, എന്തൊക്കെയുണ്ട്? നിറങ്ങളുണ്ട്, ഗ്രഹമുണ്ട്, ഉപഗ്രഹം. നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, ഇതെല്ലാം എന്താണ്? ഗ്രഹങ്ങളാണ് അല്ലെ? അതിൽ നിന്ന് വരുന്നുണ്ട് പ്ലൂട്ടോ, അതേപോലെ നെപ്റ്റ്യൂൺസ്, ഇതൊക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലെ? അപ്പൊ നോക്കിക്കേ, അങ്ങനെ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് പേര് വരുന്നത്. ക്രോമിയം എന്ന് പറയുന്നത് എന്താണ്? ക്രോമ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? നിറം. അപ്പൊ ക്രോമ എന്ന് പറയുന്ന നിറത്തിൽ നിന്നാണ്. ഇറിഡിയം എന്ന് പറയുന്നത് ഐറിസ് എന്ന വേർഡ് ആണ്. ഐറിസ് എന്ന് പറഞ്ഞാൽ റെയിൻബോ ആണ്. റെയിൻബോ. നെപ്റ്റ്യൂണിയം എന്ന് പറയുന്നത് നെപ്റ്റ്യൂൺ എന്ന പ്ലാനറ്റിൽ നിന്നാണ് വരുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാം ക്ലോറിൻ. ക്ലോറിൻ എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ്? ക്ലോറിൻ, അതായത് ക്ലോറോ എന്ന് പറഞ്ഞാൽ നിറമാണ്. അതേപോലെ നമുക്ക് കുറെ അങ്ങനെ പറഞ്ഞു നോക്കിയാലോ, എന്തൊക്കെയാണ്? റോൺജനീയം. എന്താണ് റോൺജനീയം എന്ന് പറയുന്നത്? ഇതിന്റെ ഒരു മൂലകത്തിന്റെ പേരാണ്. അത് ആരുടെ പേരിൽ നിന്നാണ്? വില്യം റോൺജൻ ആണ്. അതേപോലെ ബോറിയം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം അത് ആരിൽ നിന്നാണ്? നീൽസ് ബോറിൽ നിന്നാണ് ആ പേര് വന്നിരിക്കുന്നത്. പിന്നെ മാഡം ക്യൂറി ആണെങ്കിൽ ക്യൂറിയം വരും. ആൽഫ്രഡ് നോബലിൽ നിന്ന് നൊബേലിയം വന്നിട്ടുണ്ട്. പിന്നെ കുറെ സ്ഥലനാമങ്ങളുണ്ട്. ഇതേപോലെ തന്നെ യൂറോപ്പിയം, എന്താണ്? ജർമേനിയം, അതായത് ജർമ്മനിയിൽ നിന്ന് വന്നു. മഗ്നീഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ആകാശഗോളങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഹീലിയം എന്ന് പറയുന്നത് സൂര്യന്റെ ആ ഒരു പേരിൽ ആകാശഗോളത്തിൽ നിന്ന് വന്നതാണ്. പിന്നെ എന്ത് പറയാം? സെലിനിയം എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രന്റെ പേരിൽ നിന്നാണ് സെലിനിയം വരുന്നത്. അങ്ങനെ പല പല സാധനങ്ങൾക്ക്, ഈ പറയുന്ന മൂലകങ്ങൾക്ക് പേര് നൽകാനുള്ള റീസൺസ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. ഇനി പറയുന്നത് മൂലകങ്ങളുടെ വർഗീകരണത്തെ പറ്റിയാണ്. ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ പറയുന്ന ലൈബ്രറിയിൽ നമ്മൾ ബുക്കുകൾ വെക്കുന്ന എന്താണ്?
നമ്മളെല്ലാം വെറുതെ വരച്ച് വാരിയിടുവാണോ? ഒരു ലൈബ്രറി ചെന്നിട്ട് എനിക്ക് ഇന്ന നോവൽ വേണമെന്ന് പറയുവാണെങ്കിൽ അവർ പറയും ഇന്ന റാക്കിൽ പോയി നോക്കിയാൽ മതി, അവിടെയാണ് നോവൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ കവിത കിട്ടും, അല്ലെങ്കിൽ ഇന്ന റോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ യാത്രാ വിവരണം കിട്ടുമെന്ന് അവർ വ്യക്തമായി പറയും. കാര്യം ഇതിങ്ങനെ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല അല്ലെ, എവിടെ എന്താണെന്നൊന്നും അറിയില്ല. അതിനാണ് നമ്മൾ അടുക്കിപ്പെറുക്കി വെക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ പറയുന്ന ഈ 118 മൂലകങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരിങ്ങനെ അടുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ പ്രകൃതി തത്വവുമുണ്ട്, മനുഷ്യനിർമ്മിതവുമുണ്ട്. ഓരോ മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ച് പ്രത്യേകമായി പഠിക്കുക എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രയാസമാണ്. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു, സമാന ഗുണങ്ങളുള്ളവയൊക്കെ കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി, ഗ്രൂപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇനിയിപ്പോ നോക്കിക്കേ, അപ്പൊ എന്താണ് നമ്മുടെ ആവർത്തന പട്ടികയിലെ വിശകലനം ചെയ്ത് ഏതെങ്കിലും 5 മൂലകങ്ങളുടെ പേരും പ്രതീകവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇവിടെ നോക്കിക്കേ, ഇത് തന്നെ എഴുതാം. ഹീലിയം He, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റഡോൺ, ഒഗാനസോൺ. ഇത് പഠിക്കണേ. 118ാമത്തെ മൂലകം ഏതാന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? ഒഗാനസോൺ ആണ്. ഈ ഒരു ഓർഡർ നിങ്ങൾ പഠിക്കണം. ഈ പറയുന്ന ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റഡോൺ. പിന്നെ ഏതാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. കണ്ട, അത് ആ ഒരു ഇത്രയും ഓർഡറാണ് നമ്മൾ എപ്പോഴും പഠിക്കേണ്ടത്. ഓക്സിജൻ, സൾഫർ, സെലിനിയം, ടെലിനിയം, പൊളോണിയം, ലിവർമോറിയം. ഉണ്ടോ? ഈ ഒരു പേര് നിങ്ങൾ പഠിക്കണം. നൈട്രജൻ N ആണ്, ഫോസ്ഫറസ് P ആണ്, ആർസനിക് AS. എങ്ങനെയാണ് നൈട്രജൻ, ഫോസ്ഫർ, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്, പിന്നെന്താണ് മോസ്കോവിയം. ഓക്കെ, നമുക്കിത് പണ്ട് നമ്മുടെ 10ാം ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പണ്ട് ട്യൂഷൻ പോകുമ്പോഴേക്കും നമ്മൾ താമസിച്ചെങ്ങാനാണ് ചെല്ലുന്നെങ്കിൽ നമ്മൾ കയറി ചെല്ലുമ്പോഴേ സാറ് ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. സാർ ഇങ്ങനെ പെട്ടെന്നായിരിക്കും ചോദിക്കുന്നത്, 12ാം ഗ്രൂപ്പ് അല്ലെങ്കിൽ 13ാം ഗ്രൂപ്പിന്റെ മൂലകത്തിന്റെ പേര് പറഞ്ഞു, മൂലകങ്ങളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, ബോറോൺ, അലുമിനിയം, ഗാലിയം, ടിൻഡിയം, താരിയം, നിഹോണിയം, ഇങ്ങനെ പറഞ്ഞാൽ കയറ്റിവിടുക, അല്ലെങ്കിൽ നല്ല തല്ല് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇങ്ങനെ ആവർത്തന പട്ടിക ഇതാണ് തന്നിരിക്കുന്നത്. അതിന്റെ ആറ്റോമിക് നമ്പർ ഉണ്ടാകും, ഒരു പ്രതീകം ഉണ്ടാകും, അതേപോലെ തന്നെ ഇലക്ട്രോൺ വിന്യാസം എല്ലാം അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. ആവർത്തന പട്ടികയ്ക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ LP-UP മോക്ക് ടെസ്റ്റ് എന്നും പറഞ്ഞ് നമ്മുടെ കെമിസ്ട്രിയുടെ ഒരു മോക്ക് ടെസ്റ്റ് കിടപ്പുണ്ട്. അതിൽ നിങ്ങൾക്ക് ഈ ആവർത്തന പട്ടികയുടെയും അതേപോലെ ഈ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ മോക്ക് ടെസ്റ്റുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. അതായത് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റുകൾ കിടപ്പുണ്ട്. അത് നിങ്ങൾ LP-UP കണ്ടാൽ പോലും അത് LP-UPയുടെ സമയത്ത് ചെയ്തതുകൊണ്ടാണ് നിങ്ങൾ ഈ പറയുന്ന LGS-ലെ ക്വസ്റ്റ്യൻസും അതേപോലെ LDC-യുടെ ക്വസ്റ്റ്യൻസും എല്ലാം അതിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ 118 മൂലകങ്ങളും ഇവിടെ കിടപ്പുണ്ട്. ഇപ്പൊ 119ാമത്തെ മൂലകമായ എന്താണ്, യുനോനിയം, അങ്ങനെ എന്തോ ഒരു മൂലകം കൂടി ഇപ്പൊ കണ്ടുപിടിക്കുന്നുണ്ട്. 120ാമത്തെ മൂലകം കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഇപ്പൊ. അപ്പൊ 119ാമത്തെ മൂലകം ഏതെന്ന് ചോദിച്ചാൽ അതും കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്ക്. ചിലപ്പോൾ കറണ്ട് അഫെയർ ആയിട്ടൊക്കെ കയറി ചോദിക്കാനായിട്ട് പറ്റും. എന്താണ്? യുനോനിയം എന്നുള്ളതാണ് അതിന്റെ പേര്. 119ാമത്തെ മൂലകമാണ് യുനോനിയം. UNU ആണ്, യുനൂനിയമാണ്. UNUNENNIUM, ഇതാണ് അതിന്റെ പേര്. ജപ്പാനാണ് ഇത് കണ്ടുപിടിച്ചത്. അപ്പൊ 120ാമത്തെ മൂലകം. ഇപ്പൊ അമേരിക്ക അതിന്റെ പുറകിലാണ് അവർ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത്. ഓക്കെ, ആവർത്തന പട്ടികയിൽ അവസാനം ഉൾപ്പെടുത്തിയ മൂലകങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്താൻ ചോദിച്ചാൽ നമ്മുടെ ലെവലിൽ ഏതായിരിക്കും? നമ്മൾ ഈ പറയുന്ന നിഹോണിയം ഉണ്ട്, അതേപോലെ തന്നെ ഫ്ലറോവിയം ഉണ്ട്, ലിവർമോറിയം, ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം വരും. ഉണ്ടോ? നിഹോണിയം, ഫ്ലറോവിയം, പിന്നെന്താണ്, മോസ്കോവിയം ഉണ്ട്, ലിവർമോറിയം ഉണ്ട്. അങ്ങനെ വരുന്ന ഈ ഒഗാനസോൺ അങ്ങനെ വരും. 118 വരെ വരും. പിന്നെന്താണ് ഈ 119 യുനൂനിയം വരെ വരും. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂലകങ്ങൾ വിവിധ അവസ്ഥകൾ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ ആവർത്തന പട്ടികയിൽ സഹായത്തോടെ ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ. അപ്പൊ നമ്മളിത് ഇവിടെ പറയുന്നുണ്ട്, ഇത് ഖരമാണ്, കണ്ടോ, വാതകമാണ്, ഇത് ഖരമാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതാണ് നമുക്ക് എഴുതേണ്ടത്. ഖരരൂപത്തിൽ കാണപ്പെടുന്ന എന്തൊക്കെയാണ്? നമ്മുടെ ലോഹങ്ങളെല്ലാം വരും അല്ലെ. എന്തൊക്കെ വരാം? സോഡിയം വരാം അല്ലെ, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, പിന്നെന്താണ്, മഗ്നീഷ്യം, കാൽഷ്യം, ഇതെല്ലാം ഖരരൂപത്തിലാണ്. ദ്രാവക രൂപത്തിലാണെങ്കിൽ വരേണ്ടതാണ് ഫ്രാൻഷ്യം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ മെർക്കുറി ഖരരൂപമാണ്. പിന്നെ എന്ത് വരും? ഗാലിയം ഖരരൂപമാണ്, സോറി ഖരമല്ല, ദ്രാവകമാണ് ഗാലിയം. പിന്നെന്താണ്? ബ്രോമിൻ എന്താണ്? ദ്രാവക രൂപത്തിലാണ്. എന്തൊക്കെയാണ്? സീസിയം വരും, സീസിയം, ഫ്രാൻഷ്യം, ഗാലിയം. പിന്നെ എന്താണ്? മെർക്കുറി, ബ്രോമിൻ വരും. ഇനി വാതക രൂപത്തിലാണെങ്കിൽ നമുക്ക് എല്ലാം അറിയാം അല്ലെ. എന്തൊക്കെയാണ്? ഹൈഡ്രജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്, ഫ്ലൂറിൻ, ക്ലോറിൻ, ഹീലിയം, നിയോൺ, ആർഗൺ അല്ലെ, ക്രിപ്റ്റോൺ, സെനോൺ, റഡോൺ, ഇതെല്ലാം വാതക രൂപത്തിൽ വരുന്നതാണ്. മനുഷ്യനിർമ്മിത മൂലകങ്ങളെ കൃത്രിമ മൂലകങ്ങൾ ആവർത്തന പട്ടികയുടെ സഹായത്തിൽ കണ്ടെത്താൻ
കൃത്രിമ മൂലകങ്ങൾ, അതായത് മനുഷ്യൻ കണ്ടുപിടിച്ച ഏതൊക്കെയാണെന്ന്. ഈ അവസാനം വന്നിരിക്കുന്ന എല്ലാം മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. ലിവർമോറിയം, ഓർഗാനസോൺ, നെപ്റ്റ്യൂണിയം, അമേരിക്കിയം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയുടെ പേരിൽ നിന്ന് വന്നിട്ടുണ്ട്. നിഹോണിയം, മോസ്കോവിയം, ടെന്നിസൺ, പിന്നെ എന്താണ് ക്യൂറിയം, കാലിഫോർണിയം, ഫെർമിയം, നൊബേലിയം, അങ്ങനെ നമ്മൾ റുദർഫോർഡിയം, ഈ ആൾക്കാരുടെ പേരൊക്കെ വരുന്നത് മിക്കതും എന്താണ് അവസാനം മനുഷ്യൻ കണ്ടുപിടിച്ച സാധനങ്ങളാണ്. മൂലക വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങൾ. അപ്പൊ നമുക്ക് പഠിക്കാം ഇനി ഇവരെയൊക്കെ അപ്പൊ നമുക്ക് ഇത്രയൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ഇനി ഇവയൊക്കെ വർഗീകരിക്കണം. നിരവധി ശാസ്ത്രജ്ഞരുടെ ശ്രമഫലമായാണ് നാം ഇന്ന് ഉപയോഗിക്കുന്ന ആധുനിക ആവർത്തന പട്ടികയിലേക്ക് എത്തിച്ചേർന്നത്. മൂലക വർഗീകരണത്തിന്റെ ആദ്യകാലത്തെ വിവിധ ശാസ്ത്രജ്ഞരുടെ സംഭാവനകളാണ് നോക്കേണ്ടത്. മൂലക വർഗീകരണത്തിൽ ആദ്യകാല ശ്രമങ്ങൾ നടത്തിയ വ്യക്തിയാണ് ആര്? ലാവോസിയ. അദ്ദേഹം എന്താണ്? ലോഹങ്ങൾ അലോഹങ്ങൾ ലാവോസിയ. ലോഹങ്ങൾ അലോഹങ്ങൾ ആന്റോയിൻ ലാവോസിയ. അലോഹങ്ങൾ ലോഹങ്ങൾ അങ്ങനെ തിരിച്ചു. അലോഹങ്ങളെന്നും ലോഹങ്ങളെന്നും വർഗീകരിച്ച വ്യക്തിയാണ് ആര്? ആന്റോയിൻ ലാവോസിയ. ഇനി അടുത്ത പഠിക്കേണ്ടത് ഡോബറൈനിയൻ ട്രൈഡ്സ് എന്ന് പറയും. അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഡോബറൈനർ ട്രൈഡ്സ് എന്ന് പഠിച്ചു വെക്കുക. അതായത് ഡോബറൈനറുടെ ത്രികങ്ങൾ എന്ന് പറയും. അതായത് അദ്ദേഹം എന്താ ചെയ്തത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം സമാന ഗ്രൂപ്പുകളുള്ളതിനെ മൂന്നെണ്ണം ട്രയാഡ്സ് എന്ന് പറയും. മൂന്നെണ്ണത്തിന് 3 അല്ലേ ട്രയാഡ്സ്, 3 മൂന്നെണ്ണം അദ്ദേഹം പെയർ ചെയ്യും. ത്രികങ്ങളിൽ മധ്യത്തിലുള്ള മൂലകത്തിന്റെ ആറ്റോമിക മാസം മറ്റ് 2 മൂലകങ്ങളുടെ ആറ്റോമിക മാസിന്റെ ഏകദേശമായിരിക്കുമെന്ന്. 39 7 കൂടി കൂട്ടുമ്പോൾ നമുക്കറിയാം എത്ര വരും? 46 വരും. 46ന്റെ പകുതിയാണ് എന്താ 23 എന്ന് പറയുന്നത്, ഏകദേശമായിട്ട് വരുമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താ? കാൽഷ്യം ഉണ്ട്, സ്ട്രോൺഷ്യം ഉണ്ട്, ബേരിയം ഉണ്ട്. അടുത്ത എന്താ? ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതെല്ലാം എന്താണ്? ഡോബറൈനിയർ ട്രൈഡ്സിന്റെ. അപ്പൊ ട്രൈഡ്സ് ആരാണ്? അപ്പൊ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത് ആരാണ്? ആന്റോയിൻ ലാവോസിയാണ്. ഡോബറൈനിയർ ട്രൈഡ്സ് മൂലകങ്ങളെ ത്രികങ്ങളായി വേർതിരിച്ചത് ആരാണ്? ഡോബറൈനർ ആണ്. ഇനി നെക്സ്റ്റ് ആണ് ന്യൂലാൻസ്. ന്യൂലാൻസിന്റെ ഒക്ടേവ്സ് എന്നാണ്, ലോ ഓഫ് ഒക്ടേവ്സ്. ന്യൂലാൻസ് ഒക്ടേവ്സ് എന്നാണ് പഠിക്കുന്നത്. മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്ന ഓരോ മൂലകവും ഗുണങ്ങളിൽ ആദ്യത്തേതിന്റെ, അതായത് നമ്മൾ പറയത്തില്ലേ സ രി ഗ മ പ ധ നി സ, ഇവിടെ എന്താണ്? സ പ ധ നി സ എന്താണ്? 8ാമത്തെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഇവ പറയുന്നത്. 8 എണ്ണമാക്കി തിരിക്കുമ്പോൾ 7 എണ്ണം കഴിഞ്ഞ് 8ാമത്തെ വരുമ്പോഴേക്കും വീണ്ടും എന്താണ്? 1ാമത്തേന്റെ സെയിം റിപ്പീറ്റേഷൻ ആണെന്ന് പറയുന്നു. അദ്ദേഹത്തിനാണ് പറയുന്നത് ന്യൂലാൻസിന്റെ ഒക്ടേവ്സ്, അഷ്ടക നിയമം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിങ്ങനെ ചേരുമ്പടി ചേർക്കാനൊക്കെ ആയിട്ട് ചോദിക്കും കേട്ടോ. അഷ്ടക നിയമം ആരുടേതാണ്? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വേർതിരിച്ചത് ആന്റോയിൻ ലാവോസിയ. ഡോബറൈനറുടെ ട്രൈഡ്സ് ആണ്. ന്യൂലാൻസിന്റെ ഒക്ടേവ്സ് ആണ്. മെൻഡലീഫ് എന്ന ശാസ്ത്രജ്ഞൻ അതുവരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ എന്ത് ചെയ്തു? ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ. ഓക്കെ, ഇവിടെ അദ്ദേഹം എന്താണ്? ആറ്റോമിക മാസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആരോഹണ ക്രമത്തിൽ വിന്യസിച്ച് പട്ടിക തയ്യാറാക്കി. ഇങ്ങനെ തയ്യാറാക്കിയപ്പോൾ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് കണ്ടെത്തി. മെൻഡലീസ് കണ്ടെത്തി. ഓക്കെ ആണല്ലോ. ഇനി എന്താ നോക്കിക്കേ, മാസ് നമ്പർ എന്താണ്, ആറ്റോമിക നമ്പർ എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റങ്ങൾ അതിസൂക്ഷ്മമായ വിഭജിക്കാൻ കഴിയാത്ത കണങ്ങൾ. എന്താണ്? ആറ്റമോസ് എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായെന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ ഇവ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നീ ചെറുകണങ്ങളാൽ നിർമ്മിതമാണെന്ന് പിന്നീട് കണ്ടെത്തി. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കേന്ദ്രഭാഗവും അതിന് എന്താണ്? വളരെ വലിപ്പം കുറഞ്ഞ ന്യൂക്ലിയസിലാണ് എന്തുള്ളത്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അതിന് ചുറ്റും എന്തുണ്ട്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ന്യൂട്രോൺ എന്താണ്? ന്യൂട്രോൺ ന്യൂട്രൽ ആണ് അല്ലെ. പിന്നെന്താണ്? ഇലക്ട്രോണുകൾ അതിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇനി പ്രോട്ടോണുകളുടെ ചാർജ്, പ്രോട്ടോൺ പോസിറ്റീവ് ആണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, ന്യൂട്രോൺ ന്യൂട്രൽ ആണ്. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. പ്രോട്ടോണുകളുടെ ചാർജ് പോസിറ്റീവും ഇലക്ട്രോണുകളുടെ ചാർജ് നെഗറ്റീവുമാണ്. അത് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? പെൻ RTC എന്ന് പഠിക്കും. കണ്ടുപിടിച്ചവരുടെ പേര് പ്രോട്ടോൺ റുദർഫോർഡ്, ഇലക്ട്രോൺ ആരാണ്? T. തോംസൺ. ന്യൂട്രോൺ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. അങ്ങനെയാണ് നമ്മൾ പെൻ RTC എന്ന് പഠിക്കുന്നത്. ഇനി എന്താണ്? ആറ്റത്തിലെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക നമ്പർ. നമ്പർ എന്ന് പറയുന്നത് Z ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം. ഒന്നുകിൽ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം. അങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എന്താണ്? തുല്യമാണ്. പ്രോട്ടോണും ഇലക്ട്രോണുമാണ്. ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്പർ ഓഫ് പ്രോട്ടോൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആണ് വരേണ്ടത്. ഇനി എന്താണ് പറയുന്നത്?
പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ. മാസ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്ന എ ആണ്. എന്താണ്? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രോണിന്റെയും ന്യൂട്രോൺ എന്നും പറയാം. രണ്ടും എന്താണ്? സെയിം ആണല്ലോ. അതിനെയാണ് നമ്മൾ ആറ്റോമിക മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ആറ്റോമിക നമ്പർ എന്താണ്, ആറ്റോമിക മാസ് എന്താന്ന് മനസ്സിലായല്ലോ. ഇനിയാണ് മെന്റലീസിന്റെ പീരിയോഡിക് നിയമം പറയുന്നത്. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത് അല്ലേ. നമ്മൾ എന്ത് പറഞ്ഞു, ഇങ്ങനെ എഴുതി വരുമ്പോഴേക്കും സെയിം ആ ഒരു പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറെ നേരം കഴിയുമ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് മെന്റലീസിന്റെ പറയുന്നത്. മെന്റലീവ് ആവർത്തന പട്ടികയിൽ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് പട്ടികയിലെ വിലങ്ങനെയുള്ള ഗ്രൂപ്പ് നിരകളെ പിരീഡുകളെന്നും ഇനി എന്താണ്, കുത്തനെയുള്ള വരികളെ ഗ്രൂപ്പുകൾ എന്നും അദ്ദേഹം തിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം ഇതിനെ പീരീഡ്സ് എന്ന് പറയും, ഇതിനെ ഗ്രൂപ്പ് എന്ന് പറയും. ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസ സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ആ സവിശേഷതകളാണ് പറയുന്നത്. ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ് മെന്റലീവ് വർഗീകരിച്ചത്. നമ്മൾ പറഞ്ഞു, അറിയപ്പെടാതിരുന്ന മൂലകങ്ങൾക്കായുള്ള കളങ്ങൾ ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. അതായത് അതിന് പേരൊന്നും കൊടുത്തിട്ടില്ല, അതിന് കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇങ്ങനെ എഴുതി വരുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവും ഇവിടെ എന്തോ ഒരു സാധനം വരാനുണ്ട്. അതിന്റെ പേര് എനിക്കറിയില്ല, എനിക്ക് അതിന്റെ പക്ഷെ എന്ത് പറയാൻ പറ്റും, എനിക്ക് അതിന്റെ ഗുണങ്ങൾ പറയാൻ പറ്റും, ഞാനത് കണ്ടെത്തിയിട്ടില്ല. ഓക്കെ, അതായത് ഇന്നൊരു സാധനം ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്, ഇതിന്റെ ഗുണങ്ങൾ ഇന്നതൊക്കെ ആയിരിക്കും, അതുകൊണ്ട് ഞാനത് കണ്ടെത്താത്തതുകൊണ്ട് എനിക്ക് അതിന് പേര് കൊടുക്കാൻ പറ്റില്ല, അതിനോട് എഴുതാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, അതിനെ പ്രൊഡിക്റ്റ് ചെയ്തു അല്ലെ. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ വരത്തക്ക വിധം വർഗീകരിച്ചത് മൂലകങ്ങളെയും അവയുടെ സംയുക്തങ്ങളെയും കുറിച്ചുള്ള പഠനം എളുപ്പമാക്കി അല്ലെ. നമുക്കറിയാം, നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പഠിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമം എല്ലായിടത്തും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. ഹൈഡ്രജന് കൃത്യമായ സ്ഥാനം നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഇങ്ങനെ മേലെ ഇങ്ങനെ നിൽക്കുന്ന ഒറ്റയ്ക്ക്. ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തേണ്ടി വന്നു. അവസാനം വന്നപ്പോഴേക്കും എന്താണ്, ഈ സാധനങ്ങൾ ബാക്കിയുള്ളതിനെയൊക്കെ പെറുക്കി അയാൾക്ക് അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഇടേണ്ടി വന്നു. മെന്റലീവിന്റെ 1869 നോക്കിക്കോ, വർഷം പഠിച്ചു വെക്കണേ, ആവർത്തന പട്ടിക രൂപീകരിച്ചപ്പോൾ ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ചോ അതിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ കൂടുതൽ അറിവുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളുടെ ഗുണങ്ങൾ ആറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് ഹെൻറി മോസ്ലി കണ്ടെത്തി. നോക്കിക്കേ, ഹെൻറി മോസ്ലി ആരാണ്? ഹെൻറി മോസ്ലി എന്ന് പറയുന്നത് ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെ. ഇതനുസരിച്ച് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ആവർത്തന പട്ടികയാണ് ഇന്ന് നാം കണ്ടെത്തുക. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട്, ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഹെൻറി മോസ്ലിയാണ്. തന്മാത്രകളുടെ രാസസൂത്രം ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞു. ഒ എന്ന് പറഞ്ഞാൽ അത് ഓക്സിജൻ ആണ്. H2 എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് മാറി? ഒരു തന്മാത്രയാണ്. അതിന്റെ രാസസൂത്രമാണ് H2O എന്ന് പറയുന്നത്. ഉണ്ടോ? അപ്പൊ എന്താണ് ഈ 2N എന്ന് പറയുന്നതും ഇവിടെ N2 എന്ന് പറയുന്നതും എന്തെന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, നമ്മൾ 2N എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? സ്വതന്ത്രമായ രണ്ട് നൈട്രജൻ ആറ്റങ്ങളാണ്. N2 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ കൂടിച്ചേർന്ന് അതൊരു തന്മാത്രയായിട്ട് മാറി. ഇത് രണ്ട് ആറ്റങ്ങളാണ്. അല്ല, N2 രണ്ട് N ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. ഇവിടെ എന്ന് പറഞ്ഞാൽ N2 എന്ന് പറഞ്ഞാൽ അത് എന്തായിട്ട് മാറി? ഒരു തന്മാത്രയായിട്ട് അവിടെ അത് മാറിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കുറേ പറയുകയാണേ. He എന്ന് പറയുമ്പോൾ ഹീലിയം ആണെന്നറിയാം. അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 1 അതായത് അതിന് നമുക്ക് പറയാം അതൊരു ഏകാറ്റോമിക മൂലകമാണെന്ന് പറയാം. ഓക്സിജൻ എന്ന് പറയുമ്പോൾ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 2 അതുകൊണ്ട് അതിനെ ദ്വയാറ്റോമിക മൂലകം അഥവാ ഡയാറ്റോമിക് എലമെന്റ് എന്ന് പറയും. S8 എന്ന് പറയുമ്പോൾ അവിടെ എത്രയുണ്ട്? 8 ആറ്റങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ബഹു ആറ്റോമികം അല്ലെങ്കിൽ എന്ത് പറയാം? പോളി ആറ്റോമിക് എന്ന് പറയാം. ഇവിടെ എന്താണ്? 2 അപ്പൊ എന്ത് പറയും? ദ്വയാറ്റോമികം അല്ലെങ്കിൽ ഡയാറ്റോമിക് എന്ന് പറയാം. ഇവിടെ 4 ഉണ്ട്. 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ബഹു ആറ്റോമികം അല്ലെങ്കിൽ പോളി ആറ്റോമിക് എന്ന് പറയാം. ഇവിടെ എന്താണ്? ഇത് ഒരെണ്ണേ ഉള്ളൂ അല്ലെ. അവിടെ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇത് മോണോയാണ്. ഇവിടെ Cl അത് 2 ഉണ്ട്. അവിടെയും എന്താണ്? അതിനെ ദ്വയാറ്റോമികം എന്ന് പറയാം. ആർഗൺ ഒന്നേ ഉള്ളൂ. അതിന് നമുക്ക് എന്ത് പറയാം? Ar അല്ലെ. അതിനെ മോണോ ആറ്റോമിക് എന്ന് പറയാം. ഇവിടെ O3 എന്ന് പറയുന്നത് 3 ഉണ്ട്. അപ്പൊ അതിനെ എന്ത് പറയാം? ട്രൈ ആറ്റോമിക് എലമെന്റ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതായത് ഒരു തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ളെങ്കിൽ അതിന് ഏകാറ്റോമികം എന്നും ദ്വയാറ്റോമികം എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഉണ്ടാകും. കണ്ടോ? തന്മാത്രാ രാസസൂത്രം ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രയെ സൂചിപ്പിക്കുന്നു. ഓക്കെ,
അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒരു തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമുള്ള മൂലകങ്ങളാണ് ഏകാറ്റോമികം. ദ്വയാറ്റോമിക മൂലകങ്ങളും ബഹു ആറ്റോമിക മൂലകങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദ്വയാറ്റോമികം എന്ന് പറയുമ്പോൾ രണ്ട് ആറ്റം ഉണ്ടാവും. ബഹു എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടിൽ അല്ലെങ്കിൽ എന്താണ്, മൂന്നിൽ കൂടുതൽ വരും അല്ലെ. മൂന്നാണെങ്കിൽ നമുക്ക് ട്രൈ എന്ന് പറയാൻ പറ്റും. അതായത് എന്താണ്, മോർ ദാൻ 3 ആണെങ്കിലാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, ബഹു ആറ്റോമിക മൂലകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ രാസസൂത്രം എഴുതാൻ പോകുവാണ്. ഏകാറ്റോമിക തന്മാത്രകൾ പ്രതീകത്തിന്റെ ഇടതുവശത്ത് എഴുതുന്ന സംഖ്യ തന്മാത്രകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ട, ഇടതുവശത്ത് എഴുതുന്ന തന്മാത്രകളുടെ എണ്ണമാണ്. ഇത് തന്നെയായിരിക്കും ആറ്റങ്ങളുടെ എണ്ണം. കണ്ട, രണ്ട് ഹീലിയം ആറ്റം എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ട് ഹീലിയം തന്മാത്രം എന്ന് പറയാം. അതെന്തായതുകൊണ്ട് ഇത് ഏകാറ്റോമികമാണ് അല്ലെ. ഹീലിയം നമ്മൾ He എന്ന് മാത്രമാണ് H2 എന്നല്ല എഴുതുന്നത്. ഒരു തന്മാത്രയുടെ ആറ്റങ്ങളുടെ എണ്ണമാണ് ആറ്റോമികത എന്ന് പറയുന്നത്. എന്താണ് ഒരു ആറ്റോമിസിറ്റി? അതായത് ഒരു തന്മാത്രയിൽ എത്ര ആറ്റം ഉണ്ട്, ഇവിടെ എത്രയുണ്ട്, ഇതിന്റെ ആറ്റോമിസിറ്റി ചോദിച്ചാൽ എത്രയാണ്? 3 ആറ്റങ്ങളുണ്ട്. ദ്വയാറ്റോമികം ബഹു ആറ്റോമിക മൂലകങ്ങളിൽ പ്രതീകത്തിന്റെ വലതുഭാഗത്ത് താഴെയായി ആറ്റോമികത എഴുതിയാൽ അവയുടെ രാസസൂത്രം ലഭിക്കുന്നു. തന്മാത്രകളുടെ ആകെ എണ്ണം എവിടെയാണ്? രാസസൂത്രത്തിന്റെ ഇടതുവശത്ത്. അപ്പൊ താഴെ എഴുതുന്നത് എന്താണ് നോക്കിക്കേ, തന്മാത്രകളുടെ ആകെ എണ്ണമാണ് രാസസൂത്രത്തിന്റെ ഇടതുവശത്തായിട്ട് നമ്മൾ എഴുതി. നമുക്ക് നോക്കാം. മൂലകങ്ങളുടെ രാസസൂത്രത്തിൽ നിന്നും തന്മാത്രകളും അവയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെയും കണ്ടെത്താൻ. ഇവിടെ നോക്കിക്കേ, 3O2 എന്ന് പറഞ്ഞാൽ 3 തന്മാത്രയുണ്ട്. അത് തമ്മിൽ ഗുണിക്കണം. 3 × 2 6 ആറ്റമുണ്ട്. 5Cl2 ഇവിടെ എന്താണ്, 5 തന്മാത്രയുണ്ട്. 5 × 2 10 ആറ്റങ്ങളുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്, തന്മാത്രയുടെ എണ്ണം എത്രയാണെന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുവാണ്. 3O2 തന്നിട്ട് ഇതിലെ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ഇങ്ങനെ ഇടതുവശത്ത് വലുതാക്കി എഴുതുന്നത് തന്മാത്രകളുടെ എണ്ണവും അതിന്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് എന്ത്, ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് തന്മാത്രയുടെയും ആറ്റത്തിന്റെയൊക്കെ എണ്ണം നമുക്ക് എഴുതി നോക്കാം. ഇവിടെ H2 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്, തന്മാത്രകളുടെ എണ്ണം 1 ആണ് അല്ലെ. ഇവിടെ ഒന്നും തന്നിട്ടില്ല, അപ്പൊ അതിന്റെ മീനിങ് 1 ആണ്. ഇവിടെ എത്രയാണ്, 5O2 എന്ന് പറയുമ്പോൾ 5 × 2 10 വരും. ഇവിടെ 6N2 എന്ന് പറയുമ്പോൾ ഇവിടെ 6 തന്മാത്രകളുടെ എണ്ണം. 6 × 2 12 വരും. ഇവിടെ 4Cl2 എന്ന് പറയുമ്പോൾ ഇവിടെ 4 4 × 2 8 വരും. ഇവിടെ എത്രയാണ്, ഒന്നും തന്നിട്ടില്ല അല്ലെ. അപ്പൊ ഇവിടെ 1 ഇവിടെ 1 × 8 8 വരും. ഓക്കെ ആണല്ലോ. ഇനി കെമിക്കൽ ഫോർമുലയാണ് പറയാൻ വേണ്ടി പോകുന്നത്. തന്മാത്രകളുടെ രാസസൂത്രത്തെ പറ്റിയാണ്. പരിചിതമായ ഒരു സംയുക്തമാണ് എന്താ, ഹൈഡ്രജൻ ക്ലോറൈഡ്. ഇവയിലെ ഘടക മൂലകങ്ങളാണ് ഹൈഡ്രജനും എന്ത്, ക്ലോറിനും ഉണ്ട്. ഇവിടെ നോക്കിക്കേ, കണ്ട, H2O, NH3, കാർബൺ ടെട്രാ ക്ലോറൈഡ്, CCl4 അതൊക്കെയാണ് തന്നിരിക്കുന്നത്. ഹൈഡ്രജന്റെയും ക്ലോറിന്റെയും പ്രതീകങ്ങൾ എഴുതി നോക്കാൻ. ഒരു ഹൈഡ്രജൻ ക്ലോറൈഡ് തന്മാത്രയിൽ ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ക്ലോറിൻ ആറ്റവും അടങ്ങിയിരിക്കുന്നു. കണ്ട, HCl ഇതാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്നത്. HCl ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു എന്തുണ്ട്, Cl ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു തന്മാത്രയാകുമ്പോൾ അതിനെ എന്ത് എഴുതാനായിട്ട് പറ്റും, HCl എന്ന് പറയാൻ പറ്റും. നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നൈട്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. നൈട്രജൻ 1 ഓക്സിജൻ 1. അപ്പൊ അവിടെ NO വന്നു. അമോണിയം ആകുമ്പോൾ നൈട്രജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. നൈട്രജന്റെ എണ്ണം 1 ഹൈഡ്രജന്റെ എണ്ണം 3 ആണെങ്കിൽ നമ്മൾ ഇതിന് എന്ത് എഴുതും, NH3 എന്ന് എഴുതും. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിൽ നമുക്കിവിടെ എന്തൊക്കെ വരുന്നുണ്ട്, കാർബണും വരുന്നുണ്ട് ഓക്സിജനും വരുന്നുണ്ട്. ഇവിടെ കാർബണിന്റെ പ്രതീകം എന്താണ്, C, ഇവിടെ O ആണ്. ഇവിടെ എത്ര വരും, 1 ഇവിടെ 2. കണ്ട, CO2 എന്നാണ് പറയേണ്ടത്. ഇവിടെ ഹൈഡ്രജൻ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഹൈഡ്രജൻ 2 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ഇവിടെ ഓക്സിജന്റെ എണ്ണം കൂടി ഉണ്ടല്ലോ. ഓക്സിജൻ എത്രയാണ് സൾഫ്യൂരിക് ആസിഡ് വരേണ്ടത്, 4 അല്ലെ. ഇവിടെ എങ്ങനെ എഴുതണം, H2 S ഒന്നേ ഉള്ളൂ, SO4. കണ്ട, H2SO4 വരാം. ഇവിടെ കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ കാർബണും ഉണ്ട് ഇവിടെ ക്ലോറിനും ഉണ്ട്. കാർബൺ എത്ര എണ്ണമാണ്, ഒരെണ്ണം. ആറ്റങ്ങളുടെ എണ്ണമാണ് പറയുന്നത്. ക്ലോറിൻ എന്ന് പറയുന്നത് 4 അതുകൊണ്ടാണ് ഇതിന് CCl4 എന്ന് വന്നത്. ഒരു സംയുക്തത്തിൽ അടങ്ങിയ മൂലകാറ്റങ്ങളുടെ എണ്ണങ്ങൾ തമ്മിൽ ഒരു നിശ്ചിത അനുപാതം ഉണ്ടായിരിക്കും. 3CO2 അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3CO2 എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, 3 തന്മാത്രകളും 3 × 2 6 ആറ്റങ്ങളുമാണ്. ഇനി 6 ആറ്റങ്ങൾ എവിടെ, O2ലാണ് കേട്ടോ. നമ്മൾ 3O2 വരുവാണെങ്കിലാണ് 3 തന്മാത്ര വരേണ്ടത്. ഇനി ഇവിടെ 3 കാർബണും കൂടി ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, കണ്ടാ, 3CO2 ഇവിടെ നമുക്കറിയാം 3 കാർബൺ ഉണ്ട്, 3 കാർബൺ. ഇനി ഓക്സിജൻ എത്ര എണ്ണമുണ്ട്, 3 × 2 ഓക്സിജൻ ഉണ്ട്, അതായത് 6 എണ്ണമുണ്ട്. 6+3 എന്ന് പറയുമ്പോൾ മൊത്തം ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 9 ഈ ഒരു ബോക്സും കൂടി ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് ഓക്കെ ആകുവേ. 2HCl ഇവിടെ നമുക്ക് 2 ഹൈഡ്രജൻ ഉണ്ട്,
ക്ലോറിനും 2 ഉണ്ട്, ടോട്ടൽ 4 വരും. ഇവിടെ 4SO2, അവിടെ എസ് എന്ന് പറയുന്നത് എത്രയാണ്? എസ് അവിടെ 4 ഉണ്ട്. ഒ എത്രയാണ്? 4 × 2 എന്ന് വരും. 4 × 2 അതായത് 8, 8 4 12 വരും. ഇത് ഇവിടെ ചെയ്ത് കാണിച്ചു തരാവേ. 3C2H5OH ആണ്. അവിടെ എഴുതി കഴിഞ്ഞാൽ അത് നിറയും. ഇവിടെ നോക്കിക്കേ, ആദ്യം നോക്കേണ്ടത് കാർബണിന്റെ എണ്ണമാണ്. കാർബൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2 × 3 തന്മാത്രകളാണ്. ഇത് 3 ആണ്, ഇതിവിടെ 2 ആണ്. കാര്യം ഇവിടെ ആദ്യം എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത്. 2 × 3 വരും. എത്ര വരും? 6 വരും. ഇനി ഹൈഡ്രജന്റെ എണ്ണം നോക്കിക്കേ. ഹൈഡ്രജന്റെ എണ്ണം ഇവിടെ 5 എണ്ണം ഉണ്ട്, ഇവിടെയും കൂടി 1 ഉണ്ട്. അപ്പൊ 6 എണ്ണമായി. ഇവിടെ എത്ര വരും? 3 × 6 ചെയ്യണം. 6 3 18 വരും. കണ്ടോ? അല്ലെ, പിന്നെന്താണ്? ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? ഓക്സിജൻ എന്ന് പറയുമ്പോൾ 3 × 1 ആണ് ഓക്സിജൻ, അതായത് 3 വരും. ഇനി ഇത്രയുമാണ് ഉള്ളത് അല്ലെ. ഹൈഡ്രജൻ നമ്മൾ ഓൾറെഡി എടുത്തു. അപ്പൊ എത്ര വരും? 6 3 9 9 18 എന്ന് പറയുമ്പോൾ 27 വരും. ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 27 ആണ്. ഇതൊക്കെ ഒന്ന് പഠിക്കേണ്ടതാണ്. ചിലപ്പോൾ ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് കയറി ചോദിക്കാം നമുക്ക്. ഇനി നെക്സ്റ്റ് ഇത് നോക്കിക്കേ, 2C6H12O6 ആ പറയുന്നത്. 2C6H12O6. ഇവിടെ കാർബണിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 × 6 ആണ്, 12 വരും. ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് 2 × 12 ആണ്, 24 വരും. ഓക്സിജന്റെ എണ്ണം എന്ന് പറയുന്നത് 2 × 6 ആണ്, അതും 12 വരും. 12 12 24 24 24 48. സോ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 48 ആണ്. ഇവിടെ ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങളത് എഴുതി വെക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നമ്മുടെ രാസസമവാക്യങ്ങൾ എന്താന്ന് നോക്കാം. കാർബൺ ഓക്സിജനുമായി സംയോജിപ്പിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അതിനെയാണ് നമ്മൾ അഭികാരകങ്ങൾ എന്താണ്, ഉൽപ്പന്നം എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവയെ അഭികാരകങ്ങളെന്നും രാസപ്രവർത്തനത്തിന്റെ ബൈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്ന എന്തോ അതിനെയാണ് ഉൽപ്പന്നങ്ങളെന്നും നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു അല്ലെ. അപ്പോൾ ഇവിടുത്തെ അഭികാരകങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ഓക്സിജനുമാണ്. ഉൽപ്പന്നം എന്താണ്? ഉൽപ്പന്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഒരു രാസപ്രവർത്തനത്തിലെ മാറ്റങ്ങളെ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കുന്ന വിധത്തിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് രാസസമവാക്യം. ഇതിൽ അഭികാരകങ്ങളെയും ഉൽപ്പന്നങ്ങളെയും സൂചിപ്പിക്കുന്നതിനായി അവയുടെ പ്രതീകങ്ങളാണ് ഉപയോഗിക്കുന്നത്. കാൽഷ്യം കാർബണേറ്റ് CaCO3 പഠിച്ചു വെക്കണം. കാൽഷ്യം കാർബണേറ്റ് CaCO3 ആണ്. വിഘടിച്ച് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. അതിനെങ്ങനെ എഴുതാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതിനെ വിഘടിപ്പിച്ച് എന്തായിട്ട് മാറുന്നുണ്ട്? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഓക്കെ, നിങ്ങൾക്ക് പരിചിതമായ ചില രാസപ്രവർത്തനങ്ങളുടെ രാസസമവാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. 2H2 + O2 ആണ് എന്ത് വരേണ്ടത്? 2H2O എന്ന് വരുന്നത്. ഓക്കെ, പിന്നെ എന്ത് നമുക്ക് പറയാം? H2 + Cl2 എന്തായിട്ട് മാറും? അതിനെ 2HCl എന്ന് എഴുതാം. നോക്കിക്കേ, ഇവിടെ ഇക്വേഷൻ എപ്പോഴും കറക്റ്റ് ആവണം. ഇവിടെ നോക്കിക്കേ, 4 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും 4 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്, ഇവിടെയും 2 ഓക്സിജൻ ഉണ്ട്. ഇനി എന്താ വരേണ്ടത്? നമുക്ക് വേറെ ഒന്ന് നോക്കാം. 2Mg + O2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2MgO ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാവേ. വിലയിരുത്തൽ ക്വസ്റ്റ്യൻ ആണ്. ഫ്രാൻഷ്യം. ഫ്രാൻഷ്യത്തിന്റെ എങ്ങനെയാണ് അതിന്റെ സിമ്പിൾ വരേണ്ടത്? ഫ്രാൻഷ്യം എന്ന് പറയുന്നത് FR ആണ്. ഏതായിരിക്കും ഫ്രാൻഷ്യം എന്ന് പറയുന്ന? ഒരു കൺട്രി അല്ലേ. ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ക്യൂറിയം. ക്യൂറിയം എന്ന് പറയുമ്പോൾ ഏതാണ്? CM ആണ്. CM, ക്യൂറിയം എന്ന് പറയുമ്പോൾ ഒരു ശാസ്ത്രജ്ഞയാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? റുബീഡിയം. റുബീഡിയം എന്ന് പറയുമ്പോൾ RB ആണ്. RB ആണ് റുബീഡിയം വരേണ്ടത്. റുബീഡിയം എന്ന് പറയുന്നത് ഒരു കളറിനെയാണ്, നിറം. RB, എവിടെ RB? ഒരു നിറത്തെയാണ് സൂചിപ്പിക്കുന്നത്. നെപ്റ്റ്യൂണിയം. നെപ്റ്റ്യൂണിയം എന്ന് പറയുന്നത് NP ആണ്. ദേ കിടക്കുന്നു NP എന്തിനെയാണ്? ഗ്രഹമല്ലേ, ദേ കിടക്കുന്നു. നെക്സ്റ്റ് എന്താണ്? യൂറോപ്പിയം. യൂറോപ്പിയം എന്ന് പറയുന്നത് EU ആണ്. EU ആണ് യൂറോപ്പിയം. ദേ കിടക്കുന്നു. അതെന്തിനെയാണ്? ഒരു കോണ്ടിനെന്റ്, വൻകര അല്ലെങ്കിൽ ഭൂഖണ്ഡമത്തെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ടൈറ്റാനിയം വരുന്നുണ്ട്. ടൈറ്റാനിയം എന്താണ്? TI ആണ്. TI എന്ന് പറയുന്നത് എന്തിനെയാണ്? ഒരു സാറ്റലൈറ്റ്, ഒരു ഉപഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. ക്ലോറിൻ എന്ന മൂലകത്തിന്റെ പ്രതീകമാണ് Cl. ഈ പ്രതീകം ഉപയോഗിച്ചുകൊണ്ട് 2 ക്ലോറിൻ ആറ്റങ്ങളെയും ഒരു ക്ലോറിൻ തന്മാത്രയും എങ്ങനെ സൂചിപ്പിക്കാം? 2 ക്ലോറിൻ ആറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് എന്ത് എഴുതാനായിട്ട് പറ്റും? 2 ക്ലോറിൻ ആറ്റം എന്ന് പറയുമ്പോൾ അതിനെ 2Cl എന്ന് വരും. ഇനി ഒരു ക്ലോറിൻ തന്മാത്ര എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് Cl2 എന്ന് എഴുതാനായിട്ട് പറ്റും.
താഴെ തന്നിരിക്കുന്ന ഓരോ നിലയും ആറ്റങ്ങളുടെ എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 5NH3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ആദ്യം എന്താണ്, നൈട്രജന്റെ എണ്ണം 5 ആണ്. ഹൈഡ്രജന്റെ എണ്ണം എത്രയാണ്, 5 × 3 15 വരും. ടോട്ടൽ എത്ര വരും, 20 വരും. ഓക്കെ ആണല്ലോ. 2H2O ഹൈഡ്രജന്റെ എണ്ണം എത്രയാണ്, 2 × 2 4 വരും. ഓക്സിജന്റെ എണ്ണം 2 വരും. ടോട്ടൽ എത്രയാണ്, 6 വരും. 5NO2 നൈട്രജന്റെ എണ്ണം എത്രയാണ്, 5 ആണ്. ഓക്സിജന്റെ എണ്ണം എന്ന് പറയുന്നത് 5 × 2 10 ആണ്. ടോട്ടൽ എത്ര വരും, 15 വരും. നെക്സ്റ്റ് 4CO2 എന്ന് പറയുമ്പോൾ 4CO2 കാർബണിന്റെ എണ്ണം 4 ആണ്. ഓക്സിജന്റെ എണ്ണം 4 × 2 8 ആണ്. അതായത് 8 × 4 12 വരും. ഇതാണ് ഇതിലെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ് കേട്ടോ. ഇത് ഇന്ഡിയം ഇൻഡിഗോ ആണെന്നറിയാം. IN എന്ന് പറയുന്നത് നിറമാണെന്ന് പറഞ്ഞു. റുദർഫോർഡ് ശാസ്ത്രജ്ഞനാണ്. അപ്പൊ ഇവിടെ എന്താണ് വരേണ്ടത്, റുദർഫോർഡിയം. എന്താണ്, റുദർഫോർഡിയം എന്നാണ് വരേണ്ടത്. റുദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനാണ്. RF ആണ്. ജർമേനിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എന്താണ്, ജർമ്മനി എന്ന് പറയുന്ന ഒരു കൺട്രിയാണ് സൂചിപ്പിക്കുന്നത്. അതായത് GE ആണ്. സിൽവർ അർജന്റം എന്ന് പറയുന്ന ലാറ്റിൻ നാമമാണ്. അതിന്റെ പ്രതീകം AG ആണ്. ചില ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ നൽകിയിരിക്കുന്നു. നോക്കിക്കേ, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളെ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൂലകങ്ങളുടെ ഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക് മാസിന്റെ ആവർത്തന ഫലങ്ങളാണെന്ന് പറഞ്ഞു അല്ലെ. കുറെ ഇങ്ങനെ എഴുതി വരുമ്പോഴേക്കും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് ആരാണ്, മെൻഡലീവ് അല്ലെ. മെൻഡലീവ് ആണ് പറഞ്ഞത്. സമാന ഗുണങ്ങളുള്ള 3 മൂലകങ്ങൾ, 3 കാണുമ്പോഴേ നമുക്ക് അറിയണം ഡോബറൈനർ ട്രയാഡ്സ് ട്രയാഡ്സ് എന്ന് പഠിക്കുന്നത്. മൂലകങ്ങളെ അലോഹങ്ങളെ ആരാണ്, ലോഹങ്ങൾ ആൻഡോയിൻ ലാവോസിയ. അപ്പൊ എന്താ, ലാവോസിയർ ആണ്, ലാവോസിയ. മൂലകങ്ങളെ ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുമ്പോൾ 8ാമത് വരുന്നത് ലോ ഓഫ് ഒക്ടേവ്സ് ആരുടേതാണ്, ന്യൂലാൻഡ്സിന്റെ ലോ ഓഫ് ഒക്ടേവ്സ് ആണ്. ഇത് നിങ്ങൾ പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് കയറി ചോദിക്കും. ഇങ്ങനെ തന്നെ ചോദിക്കാം. മൂലകങ്ങളെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ ആറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണെന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞനാരാണ്, മെൻഡലീവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സമാന ഗുണങ്ങളുള്ള 3, അല്ലെങ്കിൽ ഇത് ഇത്രയും തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഓരോ പോയിന്റ് കയറി ചോദിച്ചിട്ട് ശരിയേത് തെറ്റിയതെന്ന് ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആയ സെക്ഷൻ ആണ്. നല്ലൊരു ചാപ്റ്റർ ആണ്. നല്ല രീതിക്ക് ക്വസ്റ്റ്യൻസ്, നല്ല രീതിക്ക് LP-UPക്ക് ആയിക്കോട്ടെ, LGSന് ആയിക്കോട്ടെ, ഡിഗ്രി ലെവലിന് ഏത് തരത്തിലും നമുക്ക് ക്വസ്റ്റ്യൻസ് കയറി ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ചാപ്റ്റർ. ഇനിയിപ്പോ നെക്സ്റ്റ് ലോഹങ്ങളും അലോഹങ്ങളും എന്നുള്ളതാണ്. ആ ചാപ്റ്ററായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്